പറയുന്നതെങ്കിൽ ഒരന്യ പെണ്ണിനോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? ജോലിസ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവര്, കൂടെ പഠിക്കുന്നവര്, കോളേജിൽ പോകുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കേണ്ട ഞങ്ങൾ കുട്ടികളാണ് എന്ന്. പ്രായപൂർത്തിയായിട്ടുണ്ടോ എങ്കിൽ നിങ്ങളൊരു പുരുഷനാണ്. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ മിങ്കിളായിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളിപ്പോ കുട്ടികളുടെ കാറ്റഗറിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടങ്ങൾക്ക് നാളെ ചോദ്യമുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്ക് നാളെ ചോദ്യമുണ്ട്. നിങ്ങളുടെ മിങ്കിളിങ്ങിന് അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ലോകത്തെ തിന്മ വളരണമെന്നും ലോകത്തെ തിന്മയാണ് നടക്കേണ്ടതെന്നും മനുഷ്യന്മാരും മൃഗങ്ങളെപ്പോലെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഓറിയന്റലിസ്റ്റുകാരന്റെ പദ്ധതികളാണ് നമ്മുടെ സിനിമക്കാരൻ അവന്റെ തിരക്കഥയായി അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സീരിയലുകാരൻ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്പുകാരൻ ജീവിക്കുന്ന പോലെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം വേണ്ട, ആണുങ്ങളും പെണ്ണും വ്യത്യാസം വേണ്ട, ഭാര്യയ്ക്ക് പേരിന്റെ ഭാര്യ, അവന് വേറെയും ഗേൾഫ്രണ്ട്സ്, ഇങ്ങനെ ലോകം മുഴുവനും തെമ്മാടികളായി നടക്കണമെന്നാണ് യൂറോപ്പുകാരനും പാശ്ചാത്യനും നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. لا تتولوا قوما غضب الله عليهم لا يا أيها الذين آمنوا لا تتولوا قوما غضب الله عليهم ويئسوا من الآخرة كما يئس الكفار من أصحاب القبور. സൂറത്തുൽ മുൻതഹിന അല്ലാഹു അവസാനിക്കുന്നത് പറയുകയാണ്, ഇതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ റബ്ബിനെ കാണാൻ പോകുന്നവരാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹ്. ആർക്കാണോ റബ്ബിനെ കാണാൻ കൊതിയുള്ളത് അവരെ കാണാൻ അല്ലാഹു കൊതിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കാണാൻ പോകുന്നവരാണ്, അവിടെ വിചാരണകളെന്ന് പഠിച്ചവരാണ്, അവിടെ ചോദ്യമുണ്ടെന്ന് അറിയുന്നവരാണ്. ഈ ലോകത്ത് മനസ്സമാധാനം തിന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കൂല, നന്മ മാത്രം ചെയ്യുന്നവർക്ക് കിട്ടുന്ന മനസ്സമാധാനത്തിന്റെ വില ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മഹാനായ ഖുദൈർ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അലിമൽ മുലൂകു മാ നഹ്നു ഫീഹി ലഹാറബുനാ. നമുക്ക് കിട്ടുന്ന മനസ്സമാധാനത്തിന്റെ ആ ഒരു ഡെപ്ത്, അതിന്റെ ഒരു ആഴം രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളോട് അവർ യുദ്ധം ചെയ്തത് തിരിച്ചു വാങ്ങിയേനെ. അള്ളാഹുവിന്റെ കുർബിലും അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലും കിടക്കുന്ന നമുക്ക് കിട്ടുന്ന ഈ മനസ്സമാധാനം രാജാക്കന്മാർക്ക് പോലും കിട്ടുന്നില്ലയോ. അള്ളാഹുവിനെ വഴിപ്പെടുന്നവന് പേടിക്കണ്ട, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നവന് പറക്കേണ്ട ആവശ്യമില്ല. തിന്മ ചെയ്യുന്നവന് പേടിക്കേണ്ടി വരും. മരണം വരെ ആ തിന്മന്തിന് വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ നോക്കി. ഒരു വ്യഭിചാരം ഒരിക്കൽ നടന്നാൽ അല്ലാഹു ആ പെണ്ണിന്റെ ചാരിത്രം എടുത്തു കളഞ്ഞുവല്ലോ, ആ പുരുഷന്റെ ചാരിത്രം എടുത്തു കളഞ്ഞില്ലേ. ഒരു തവണ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞു. ആ ഒരു തവണ പോലും അത് നടക്കാതെ വിവാഹം ചെയ്യുന്നവരെ മഹർ കൊടുക്കാനും ചെലവ് കൊടുക്കാനും അല്ലാഹു നിങ്ങൾക്ക് വഴി തരുന്നത് വരെ വ്യഭിചാരം ചെയ്യാതെ ജീവിക്കണേ. നിങ്ങൾ തിന്മ ചെയ്യലിൽ പെണ്ണുങ്ങളിടത്തേക്ക് നിങ്ങൾ നടന്നു ചെല്ലലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവരുടെയും നമ്മുടെയും ഖബറിൽ നാളെ തീ കത്താതിരിക്കാനാണത്. ഒരാൾ ചോദിച്ചു, നബിയേ അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, നബിയേ ഭർത്താവിന്റെ സഹോദരന്മാർക്ക് കുഴപ്പമില്ലല്ലോ. ഭർത്താവിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ പ്രായപൂർത്തിയായ ജ്യേഷ്ഠനോ അനിയനോ അവരടുത്ത് പോയി ചോദിക്കുന്നതിന്, അവരുടെ കൂടെ ഇരിക്കുന്നതിന്, അവരോട് സംസാരിക്കുന്നതിന്, ഒന്ന് തൊടുന്നതിന് കുഴപ്പമില്ല നബിയേ. ഭർത്താവിന്റെ പ്രായപൂർത്തിയെത്തിയ അനിയനോ ജ്യേഷ്ഠനോ മരണത്തെ കാക്കുന്ന പോലെ കാക്കണം. അവിടെയാണ് ഡേഞ്ചറുള്ളത്, അവിടെയാണ് അപകടമുള്ളത്. നമ്മൾ ആരും മോശക്കാരായതുകൊണ്ടല്ല, നമ്മൾ ആരും ഒന്നിനും കൊള്ളരുതാത്തവരായതുകൊണ്ടല്ല. വല്ലാഹി മാ ഖലാ റജുലൻ മിൻ ഇംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിഹുമാ. നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല. ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരന്യ പുരുഷനായി കഴിഞ്ഞാൽ മൂന്നാമതായി അവരുടെ കൂടെ പിശാച് വരുമെന്ന് നാം കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചാണ് അവിടെ വരുന്നത്. നിങ്ങളെ കൊണ്ട് എഴുതാത്തത് ചെയ്യിപ്പിക്കും, പറയിപ്പിക്കും, തുടിപ്പിക്കും. ഇത് വരാതിരിക്കാൻ നിങ്ങൾ പെണ്ണുങ്ങളുടെ വിഷയം സൂക്ഷിക്കണേ എന്ന് ആണുങ്ങളോടും, പെണ്ണുങ്ങളെ നിങ്ങളും കണ്ണു ചുമ്മേണമേ. അന്യാണുങ്ങളോട്
പറഞ്ഞ് സംസാരിക്കുകയും അന്യപുരുഷന്മാർ തങ്ങളിൽ ആകൃഷ്ടരാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നടത്തം സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണുങ്ങൾക്ക് കിട്ടുകയില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി. കല്യാണത്തിന് പോകുന്ന പെണ്ണ്, സൽക്കാരങ്ങൾക്ക് പോകുന്ന ചെറുപ്പക്കാരാ, ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടപഴകുന്ന ഇടങ്ങളിൽ ഒരു വാളിന്റെ സദസ്സിന് പോകാൻ പോലും അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോ, റോഡരികിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കലർന്നു പോകല്ലേ. ആമാണിത്. അലൈക്കുന്ന വഴിയുടെ ഓരം പിടിച്ച് വഴിയുടെ ഒരു അരികത്തുകൂടെ മാത്രമേ നിങ്ങൾ നടക്കാവൂ എന്ന് ഹബീബായ തങ്ങൾ പെണ്ണുങ്ങളോട് പറയാറുണ്ട്. അത് വാതിന് വരുന്ന പെണ്ണുങ്ങൾക്കും ബാധകമാണ്, റോസിന് വരുന്ന പെണ്ണുങ്ങൾക്കും ബാധകമാണ്. എവിടേക്ക് പോയാലും നിങ്ങൾക്കത് ബാധകമാണ്. നിങ്ങൾ അതല്ലേ ഒന്നുണ്ടായിട്ടല്ല നമ്മളോട് ചെയ്യരുത് എന്നുള്ള